Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. My name is Radha. Actually, it's Radhenathan. നിങ്ങൾക്ക് വേണമെങ്കിൽ രാധ എന്ന് വിളിക്കാം. ഞാനും സുശീലനും കസിൻസാണ്. പിന്നെ കണാരേട്ടൻ്റെ ഓൾമോസ്റ്റ് അന്ധനായ മകൻ ഗോപാലൻ സുശീലൻ്റെ അടുത്ത സുഹൃത്തും. വിപ്ലവം അനിവാര്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എൻ്റെ അമ്മാവൻ വയലിൽ സതീശൻ, അതായത് സുശീലൻ്റെ അച്ഛൻ, അമേരിക്കയെ എതിർക്കുന്നത് പോലെ ഞങ്ങളെ എതിർത്തു, അടിച്ചമർത്തി. പക്ഷേ ക്യൂബ അമേരിക്കയോട് പിടിച്ചു നിന്നതുപോലെ ഞങ്ങൾ പിടിച്ചു നിന്നു, പൊരുതി നിന്നു. ചിലപ്പോൾ പൊരുതി വീണു. ഏകദേശം ഒരു 20 വർഷങ്ങൾക്കും 24 മണിക്കൂറുകൾക്കും മുമ്പ് സുശീലൻ അമ്പിളിയെ ഓർത്ത് പുസ്തകം ഉറക്കെ വായിച്ചിരുന്ന സമയം. AD ഏതോ ഒരാണ്ട്. നീ ഇന്നുവരെ ഒരു പെൺകുട്ടിയോട്ട് മുട്ട കഴിച്ചിട്ടുണ്ടോ? ഇന്നാ കഴിക്ക്. ഇത് രശ്മിയുടെ ബാഗിൽ നിന്ന് രാധ അടിച്ചു മാറ്റിയതാ. അയ്യോ വിപ്ലവം! എന്താണ് വായില്? വിയറ്റ്നാമിലെ കുട്ടികൾ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും നീയൊക്കെ മെട്ടാതെ നിരസിക്കുക. അവനെ കണ്ട് പഠിക്കണം. അവൻ പൊക്കിയത് നീ കണ്ടോ? നോക്ക് കത്ത് കൊടുത്ത്. ഈ മാതിരി ഡിസ്കോ, ഗിറ്റാർ ഇതൊക്കെ തന്നെ അധികാരവർഗത്തിന് യുവതലമുറയെ മയക്കിക്കെടുത്താനുള്ള കറുപ്പാണ്. അല്ലാന്ന് മാഷക്ക് അഭിപ്രായം ഉണ്ടോ? കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉല്ലാസത്തിന് വേറെ എന്തൊക്കെ വഴികളുണ്ട്. സയൻസ് ക്വിസ് ആവാം, ശാസ്ത്രമേളയാകാം, പുസ്തകമേളയാകാം. ഇനി അതൊന്നുമല്ലെങ്കിൽ സേവനവാരമാകാം. കുട്ടികൾ ഉല്ലസിക്കട്ടെ. Oh, sweetie. Hi. How are you? I missed you. എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റി, എല്ലാം ക്യാൻസൽ ചെയ്തങ്ങ് പോന്നു. അതെ, നമ്മുടെ അമ്മാവന്റെ വീട്ടിലും പോയില്ലേ? ഓ, ഐ വാസ് ടു ബിസി. പറ്റിയില്ലടി. അമ്മായി വിളിച്ചിരുന്നു. ഹായ്. വിശ്വാസമല്ല ഏട്ടാ എല്ലാം. അയ്യോ തോക്കെടുക്കല്ലേ. അയ്യോ
പൊട്ടന്നിട്ട് അമ്മാവൻ ഇത്ര സ്പീഡേ ഉള്ളൂ. രാവിലെ വെടിവഴിപാടിന് ഇറങ്ങുമ്പോ ഓർക്കണം. പോകുവാടാ. തനിക്ക് കുറച്ച് നേരത്തെ വരാൻ പാടില്ല. അവളുടെ കെട്ടിയോ വരെ സമയത്തിന്. സോറി ബ്രോ, ഞാൻ ലേറ്റ് ആയി പോയി. താൻ കുറച്ചും കൂടെ ലേറ്റ് ആയിരുന്നെങ്കിലേ എന്റെ പേരിന് മുമ്പിൽ ലേറ്റ് നോക്കായിരുന്നു. എനിക്ക് ഇത്രയെങ്കിലും വെട്ടമില്ലാതെ കാണാൻ പറ്റില്ല. നിന്റെ കാഴ്ചയും അയാളുടെ ഉന്നം ഒരുപോലെ ഏത് എന്റെ ഭാഗ്യം. ആ സുശീലിനവിടെ കുട്ടിയുടെ പേരെന്താ? അറിഞ്ഞിട്ടെന്തിനാ? നീ എന്താണ് റോട്ടിൽ നിന്ന് സ്കൂൾ വിട്ടിരുന്ന പെൺകുട്ടികളുമായി കിന്നിരിക്കുക? ഞാൻ ആ കുട്ടിയുടെ പേര് ചോദിച്ചതാ. പേര് ചോദിക്കാൻ നീ ആരാണ്? അഡ്മാഷോ? ആ കുട്ടിയുടെ പേരോടെ പരീക്ഷയ്ക്ക് ചോദിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിട്ടാൽ 15 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തണം, പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് അല്ലേ? കേരള. അയ്യോ, അപ്പൊ നിന്റെ ഗിറ്റാർ വായന നടക്കില്ലല്ലേ? ഞാൻ ഇനി എങ്ങനെ ഗേൾസിനെ ഫേസ് ചെയ്യും? എനിക്കിന്ന് വരെ ഒറ്റ ഗേൾസിന്റെ ഫേസ് പോലും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ റാസ്പുട്ടിൻ സാറേ, അനുഗ്രഹിക്കണേ. ഓ, രവീന്ദ്രനാഥ് ടാഗോർ. അല്ലടാ പൊട്ട, മുഴുവൻ റഷ്യൻ ഗേൾസിന്റെയും, എന്തിന് റഷ്യൻ രാജ്ഞിയുടെ ഹൃദയം പോലും കീഴടക്കിയ ഒരു വലിയ ആളല്ലേ റഷ്യാസ് ഫേമസ് ലവ് മെഷീൻ.
Hi, Sushi. Hi, How are you? I'm fine. Well, take it. Thanks. Oh, yeah. Thanks for the report. Seriously, it's because of you that I could submit on time. പിന്നെ അറിയാലോ അടുത്ത പ്രാവശ്യം എനിക്ക് സുഷിയുടെ ഹെൽപ്പ് ആവശ്യം വരെ. Well, did I tell you it's my sister's wedding next month? No. And I'm going to be really busy with that, huh? That's why. Okay. Hi, Raki. Hey, Tam. Hey. साहब जी सुशीलन ऑफिस कोई तो उठने वापस आ गया. ठीक है जय बॉम्बे. अच्छा നീ എന്താ ഓഫീസിൽ പോയത്? അല്ല എന്താ തിരിച്ചു വന്നേ? അച്ഛാ എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയില്ലേ? അച്ഛാ ഞാൻ ഇപ്പൊ കുറച്ചിറങ്ങി ഡോക്ടറിൻ്റെ അടുത്ത് പോകും. പെട്ടെന്ന് പോ. ആ ശരി അച്ഛാ. എടാ രാവിലെ തന്നെ ഫോണിൽ വിപ്ലവമായിരുന്നോ? ആ സെക്യൂരിറ്റി തണ്ടി പണി കൊടുത്തുന്നോണല്ലേ? അവൻ തന്നെ ആയിരിക്കും, അല്ലാതെ. ബൈ ദ വേ ഒരു ഉണ്ടേണ്ട നോക്കിയ ബാഗിൽ ഉണ്ടാ. ഇന്ന് രാവിലെ ഒരു വെടിവെപ്പുണ്ടായി. വെടിവെപ്പാ? സത്യം. If you don't ASK, Sushila, you won't GET. You don't ask, you don't get. എന്നുവെച്ചാ ചോദിച്ചാലേ കിട്ടുള്ളൂന്ന്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, മഹാത്മജി പറഞ്ഞ. അദ്ദേഹം ഗേൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയില്ല, പക്ഷെ ഗേൾസിന്റെ ഡിപ്പാർട്ട്മെന്റിലും നമുക്കിതൊക്കെ ഉപയോഗിക്കാം. നീ മറ്റേ ക്യാറ്റ് വുമൺ സ്വപ്നം എപ്പോഴും കാണാറുണ്ടോ? ഹൗ നൈസ്, ലവ്ലി അല്ലേ? ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ? ഈ ചിക്സിന്റെ ഒരു കാര്യം. I'm not going to the office, da. You know that Noori? ഇന്ന് അവളുടെ വീട്ടിൽ ആരുമില്ല, പാവം. Which one do you think? Pink, no? Thanks, da. ബാഗ് ബാക്ക് ഫുൾ ആളാ. See, why don't you understand this? We are in a relationship, you know. ഇത്ര പോലും നിനക്ക് മനസ്സിലാവുന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ? പിന്നാടി പോലെ ഈ ഒരു ചെറിയ കാര്യം പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒഴിവായിക്കോളാം. പിന്നീട് ഞാൻ ഏകദേശം പോയത് പറഞ്ഞേക്കരുത്. അതെ, നിനക്ക് വിനയോട് എന്താ പ്രശ്നം? ഞാൻ വന്നു. പോട്ടടാ, നമ്മളെയൊന്നും മല്ലു ഗേൾസിന് മനസ്സിലാവില്ല. എന്ത് പ്രശ്നം? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. വിനയോട് ഞാൻ ചാറ്റ് ചെയ്യും. അല്ലെന്താ തെറ്റ്? നോക്ക്. Yeah, straight you go. Yeah, nice riding. എത്ര നാളായി വണ്ടി ഓടിച്ചിട്ട്? നല്ല സ്മൂത്ത് ആണല്ലോ.
സ്പീഡിൽ പോട്ടെ സ്പീഡിൽ. വെരി നൈസ്. ഇനി ഇവന്റെ കരച്ചിൽ കാണണല്ലോ ദൈവമേ. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. If this can go wrong, then this can go right. You just can't beat 10-day attitude. If this can go wrong, then this can go right. You just can't beat 10-day attitude. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. दीवानो पहचानो कैसे आया मैं हूँ कौन. मैं हूँ कौन. मैं हूँ डॉन. नमस्ते साहब. എന്തോ ഛേ അയ്യോ ബട്ടൺസ്. ഇവനും അങ്ങനെ തന്നെയാ. പടം നോക്ക്. എന്താ സർട്ടിഫിക്കറ്റ് ആരുടെ? സ്പോർട്സിന്റെ എൻ്റെ സുശീലിന്റെ കാണാറേട്ടൻ്റെ മോൻ ഗോപാലൻ. ദിക്കാവോ സർട്ടിഫിക്കറ്റ്സിന് തുടരുത്. ഞാനും പോയിക്കോട്ടെ. പോയി നോക്ക്. കളർച്ചെരുപ്പ് മാറ്റി. ആരാത്? അമ്മാവ, നമ്മുടെ കണാരേട്ടന്റെ മകൻ ഗോപാലൻ.
എപ്പോഴും വരാറുണ്ട് ഇവിടെ. മീരൻ ദിവ്യായിരിക്കും. ഓ കൊട കൊട കൊട. புஷ்பவல்லியில முந்தாணி வந்த அந்த புலி வாயில நான் என்ன பண்ண தெரியுமா, அந்த புலி ஒரு கிக்கு അത് കണ്ട തമിഴ്ശല്യം തെണ്ടി അവന്റെ തമിഴ്നാട്ടിൽ മരിച്ചത് നമ്മുടെ ലങ്കയിലെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു. അന്തനും മന്ദനും മറിക്കും. ഇപ്പൊ നോക്കണ്ട, പുറത്ത് വെച്ചിരിക്കാം. വീണ്ടും പുച്ഛിച്ച് തള്ളി. Excuse me, what's the time? 3:30. 3:30. Okay, thanks. നീ എങ്ങനെ വാച്ച് നോക്കേണ്ട സമയം പറഞ്ഞ? മല്ലു ഗേൾസിന് നമ്മളെ മനസ്സിലാവില്ല, മദാമ്മമാർക്കേ നമ്മളെ മനസ്സിലാകൂ. അവന്റെ ഒരു ഇംഗ്ലീഷും ഒടുക്കത്തെ ആക്സെന്റും കഴുത്തിറക്കി വെട്ടിയ ടീഷർട്ടും മറ്റേ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ മല്ലു ഗേൾസിലെ അതുപോലെ ഉണ്ട്. അതെ, ഇതായിരുന്നു നീ ഇടണ വരെ. താങ്ക് യു. നീ അവിടെ ഇരിക്കുന്ന ചുവപ്പ് ഡ്രസ് ഇട്ട പെൺകൊച്ചിനെ കണ്ടോ? അത് മഞ്ഞല്ലേ? അത് വെയിറ്ററാടാ പൊട്ട. ഓഹോ, അവക്കെന്ത് പറ്റി? അവളെ കണ്ടാലേ അറിയാം തരീടാണ്. നിനക്ക് എങ്ങനെ അറിയാം? അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ? അവനുണ്ട്, പക്ഷെ അവക്ക് അവനോടൊന്നുമില്ല. ഇങ്ങനെ അതെനിക്കും തോന്നി. അവൾ ആ ടേബിളിന്റെ അടിയിൽ മൊബൈലും വെച്ച് SMS ചെയ്യുന്ന കണ്ട 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 കണ്ട. എക്സ്ക്യൂസ് മീ ഗയ്സ്, എനിക്ക് ടോയ്ലറ്റ് പോടാ, പെട്ടെന്ന് വരാം. യു ഗയ്സ് ചിൽ, ബൈ ബൈ. ഏയ് ഒരു തിരക്കൂല, പെട്ടെന്ന് വരണ്ട, പതുക്കെ വന്നാൽ മതി. ഇനിയിപ്പോ വന്നില്ലല്ലോ പ്രശ്നമൊന്നുമില്ല. ബേബി ബേബി ഗോപ്സ്. എന്താടാ ഇത്? ഇതാരാ? വാ, നിന്റെ സകല പ്രശ്നങ്ങളും ഇവര് സോൾവ് ചെയ്യും. അല്പം എക്സ്പെൻസീവ് ആണ്, പക്ഷെ കുഴപ്പമില്ല. അതൊക്കെ തെറ്റല്ലേടാ. Don't worry man. അച്ഛൻ എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്തായാലും ഒരു കോൾ ഗേൾ അല്ലേ. നിനക്ക് ഇവളൊരു ഡോക്ടറാണ്, ഡോക്ടർ സ്മിത. നീ ഡോക്ടർ സ്മിത പോയി കാണ്, സംസാരിക്ക്. നീ ഡോക്ടറെ പോയി കാണ്. അവരുടെ കെട്ടിയും വരുന്ന ടൈമാണെങ്കിൽ അറ്റം ഇപ്പാന്ന് പറഞ്ഞിരിക്കുന്ന സമയം. പിന്നെ കേൾക്കുന്ന അയാള് കോളിംഗ് ബെൽ അടിക്കുന്നതാണ്. അപ്പൊ നമ്മള് കിച്ചണില്, അവിടെ നമ്മള് ഹോളിലേക്ക് പോയി, ഹോളിൽ നിന്ന് വീണ്ടും കിച്ചണിലേക്ക് പോയി. കിച്ചണിലേക്ക് ഞങ്ങള് ഗാർഡനിൽ എത്തിയപ്പോഴത്തേക്കും എനിക്ക് സംസാരിക്കണം. സംസാരിച്ചോ? ഇവിടെ വെച്ചല്ല, പുറത്തെവിടെയെങ്കിലും. സമയമില്ല. അനു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിനക്കെന്നെ അറിയാലോ, ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ മറക്കും. പിന്നെ ഇത് നിന്റെ തെറ്റല്ല, എൻ്റെ തെറ്റാ. ദേവി ഇത് പഴയ കാര്യങ്ങൾ എന്നെ ഓർപ്പിക്കരുത്. പാസ്റ്റ് ഇസ് പാസ്റ്റ്, ലെറ്റ്സ് മൂവ് ഓൺ. നോ, നമുക്ക് വേണമെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. നമുക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റില്ലല്ലോ റാറ്റ്സ്. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ടേക്ക് കെയർ. എന്താടാ, എന്താ പ്രശ്നം? യൂസ് ഇൻ ത്രോമൻ എന്ന് വെച്ചാൽ എന്നിട്ട് അമ്മായില്ലേ എൻ്റെ ബോക്സർ എടുത്ത് വെച്ചാ കൊടുക്കാൻ പറ്റുമോ? ഞാൻ എടുത്തോണ്ട് വന്നു.
Sushil, what are you doing? Is this what I asked you to do? 5 മണിക്ക് മുമ്പ് എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലേ. എനിക്ക് പോണം, ഞാൻ ലേറ്റ് ആയി. ഇങ്ങനെയാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യുക? സുശീല, പ്രോജക്റ്റ് എവിടം വരെയായി? വല്ലതും നടക്കുവോ? ഇങ്ങനെയാണോ ID കാർഡ് ഇടുന്നത്? സോറി. നിന്റെ വർക്ക് മാത്രം എന്താ തീരാത്തത്? നാളെ തന്നെ ആ പ്രോജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ആക്കി തരണം. റച്ച്, എനിക്ക് സംസാരിക്കണം. दिल झूम जाए ऐसे बहारों में ले चलो, आओ हुजूर तुमको सितारों में ही ले चलो. Excuse me. Oro penselondo? Oro penselondo. പെൻസിൽ. No thanks. എന്റെ പെൻസിൽ. കൺപൊട്ടൻ ചേഞ്ചി ബ്രഷ്. ഇതാ. Okay, Nani.
ഹലോ 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 ഇന്നലെ വിളിച്ചിരുന്നല്ലേ? അതെ. Who is this? സുശീലൻ. ഹായ് സുഷി. ആരാ എൻ്റെ നമ്പർ തന്നത്? ഹലോ ഹലോ. നമ്പർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട്? സുഷി എന്തിനാ വിളിച്ചത്? വെറുതെ വിളിച്ചു. വെറുതെ ഒരാൾ സുഷി ആരെങ്കിലും വിളിക്കോ? ഡാ ശരി, നമുക്ക് സംസാരിക്കാം. എന്ത് പറ്റി സുഷി? ഒന്നും സംസാരിക്കാനില്ലേ? അതോ എൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, ഇത് നല്ല ശബ്ദമല്ലേ? സത്യം പറയണം, ആ സുശീലിന് സ്വന്തം പേര് അത്ര ഇഷ്ടമല്ലേ? ആ യു ഡോണ്ട് ലൈക്ക് യുവർ നെയിം? ആ അതെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലായി. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പേരങ്ങ് മാറ്റിക്കളയാം. ആ വാട്ട്സ് എ ടോം, ലൈക്ക് ടോം ക്രൂസ്, ടോം ഹാങ്സ്, അങ്ങനെ. ഡു യു ലൈക്ക് ഇറ്റ്? I really like it. ടോമിന്റെ ഫേവറേറ്റ് കളർ എന്താ? ഫേവറേറ്റ് ജ്യൂസോ? ഫേവറേറ്റ് സോങ്? അതിലൊരു ഓറഞ്ച് കളർ ഉണ്ടല്ലോ. വൈശാഖ സന്ധ്യയിൽ, സൺസെറ്റിൽ, ഓഫീസിൽ കുറേ ഗേൾസിൽ. അവരോട് സംസാരിച്ചൂടെ? ആരോടാ അവൻ മിണ്ടുന്നേ? പട്ടി തെണ്ടി ഇവിടെ അല്ല, അവിടെ പോവുക. ഇതെടുത്തോട്ടെ. നട്ടോ അതും എടുത്തോട്ടെ. ആ തിന്നോ തിന്നോ. നല്ല രസമുണ്ടല്ലേ? പിടിച്ചിരുന്നു കേട്ടാ. എന്തായിട്ടത്? ബോസിന്റെ ഒരു കാര്യം ഓഫീസിലുണ്ടല്ലോ. കുടിച്ചോ. ആരെ ചിക്സ? സുശീല, സുശീല, എന്താടാ? നിന്റെ അച്ഛൻ. ഓ സ്മിത, ഞാൻ വിളിക്കാട്ടോ. ആരാ? അവന്റെ അച്ഛനാണ്. ഹലോ അച്ഛാ. അല്ല അച്ഛാ, എനിക്കൊരു ഓഫ് ഷോർ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോൾ നോക്കിയാലും വിളിച്ചോണ്ടിരിക്കും. പിന്നെ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാണല്ലോ അച്ഛാ. ഏത് രാജ്യക്കാരാ? അമേരിക്ക. ഓ, മൂന്നാം ലോക രാജ്യക്കാരുടെ ചോര ഊറ്റിട്ട് ഇവർക്ക് മതിയായിട്ടില്ലല്ലേ? എടാ, നിനക്ക് നിക്കുറാക്കിയ ഗോട്ടിമാലിയോ ചിലിയൊന്നും കിട്ടിയില്ലേ? അച്ഛൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് അച്ഛാ, ബട്ട് എനിക്ക് പ്രൊജക്റ്റ് ഒന്നും കിട്ടുന്നില്ല. ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമേരിക്കയോടോ അമേരിക്കക്കാരോടോ അതിര് കവിഞ്ഞൊരു ബന്ധം വെക്കരുത്, പ്രത്യേകിച്ച് അമേരിക്കൻ സ്ത്രീകളോട്. ഒരിക്കലുമില്ല അച്ഛാ, ഒരിക്കലുമില്ല. എനിക്ക് ഫോൺ വഴിയുള്ള ചെറിയ ബന്ധങ്ങളേ ഉള്ളൂ അച്ഛാ. അതെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാധയോട് ചോദിക്ക്, അവനെ കുറച്ച് ബോധമുള്ളൂ. മനസ്സിലായോ? ആ, രാധ ശരിക്കും സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് തീർത്ത് കിടക്കാൻ നോക്ക്. ആ ശരി അച്ഛാ. അപ്പൊ ഞാനും സാമ്രാജ്യത്വ ശക്തികൾ മൂന്നാം ലോക രാജ്യക്കാരുടെ ഉറക്കം വരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. അതിഭീകരം തന്നെ. ഇങ്ങനെയാണെങ്കിൽ വിപ്ലവം അനിവാര്യമാണ്. അല്ല, നാളെ തന്നെ ഉണ്ടാവോ? ഉണ്ടെങ്കിൽ രാവിലത്തേക്കുള്ള അരിയാട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. താൻ ഈ ഫോണിൽ കൂടെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, നേരിട്ടുള്ള പരിപാടിയൊന്നുമില്ല? എക്സ്ക്യൂസ് മീ.
പോണുണ്ട്. എപ്പോഴാ? അടുത്ത ആഴ്ച. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എന്തിനാടാ? ഞാനവിടെ പോയി ആരെങ്കിലും കണ്ടാലും തീയും. എടാ സുഷി, അർദ്ധരാത്രിക്ക് കേരളത്തിലെങ്ങനെ സൂര്യൻ ഉദിച്ചെങ്കിലേ അമേരിക്ക വരെ നാണം കിട്ടും. കപട സദാചാരത്തിന്റെ വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലടാ നമ്മുടെ നാട്. അതുകൊണ്ട് നീ പോയി പൊട്ടിക്കടാ. എന്തായാലും നീ ഇത് വെച്ചോ, എൻ്റെ ലക്കി ചാമാണ്. റാസ്പുട്ടിൻ സാറിൻ്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. പടച്ചട്ടേക്കില്ലേ? പടച്ചട്ട? ആ, പല ഫ്ലേവേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ്, സ്ട്രോബെറി, കോഫി, ബനാന വരെ ഉണ്ട്. താങ്ക്സ് ഫോർ ദിസ്. നീ വെച്ചോ. ഇത് 2 കിലോ. സർ, എനിക്കല്ല, എൻ്റെ അച്ഛനാ. എന്താ? ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. വേറെ ഒരു ഗതിയില്ലാത്തതുകൊണ്ടാ. നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. അച്ഛനറിയരുത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ആർക്കും ഒരു സംശയം തോന്നരുത്. ദൈവമേ മാപ്പാക്കണേ ഈശ്വര ഭഗവാനെ. देखो सिंपल मैजिक ഇത് ഇന്റർനെറ്റിൻ മാജിക് മണിച്ചിത്രമേ. ചേട്ടാ, ഈ ലിഫ്റ്റിലേക്കുള്ള വഴി. देखो सिंपल मैजिक ഇത് ഇന്റർനെറ്റിൻ മാജിക്
മണിച്ചിത്രമേലാപ്പ്. എന്താണോ എന്തേലും കാലി പിടിച്ച് എപ്പോഴും ചവിട്ടണേ? നിനക്ക് എന്തിനാണ് കുരങ്ങി? മര്യാദക്ക് ഇക്കൂലേ? നിക്കടി അവിടെ. ബ്രദർ എത്തിയോ? എത്തി. നടന്നോ? ഞാൻ വിളിക്കാം, ഞാൻ തിരികെ വിളിക്കാം. ഞാൻ ഇപ്പം എത്തിയുള്ളൂ. ശരി, നടന്നാ മതി. Tom? Tea or your favorite juice? Orange? വെള്ളം മതി. Nicely shaven. കുറച്ച് വെള്ളം തരുമോ? ഇവിടെ അടുത്ത് നല്ല ദോശ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. എവിടെ? ദോശ ഇഷ്ടപ്പെട്ടോ? I like you. You are really pretty. Thank God. ടോം ഒന്ന് മിണ്ടിയല്ലോ. പ്രെറ്റി മാത്രാണോ അതോ പ്രെറ്റി സെക്സി ആണോ? And your smile looks good. സുശീല, റാസ്പുട്ടിൻ സാറിനെ മനസ്സിൽ ധ്യാനിക്കുക. വെക്കടാ, ഇങ്ങനത്തെ ചുണ്ട് എന്തായാലും ഈ എടുത്തുന്നു. മനസ്സിലായോ? ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു.
സുഷി, ഞാൻ പറയുന്നത് വെക്കടാ, വെക്കടാ, വെക്കി. ചിന്തിക്കണ്ട, വെക്കി. I'm sorry. I'm really sorry. എന്തിന്? ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം പെൺകുട്ടികൾക്കൊന്നും നമ്മളൊന്നും ഇഷ്ടമാവില്ല എന്ന്. ആര് പറഞ്ഞു? എനിക്കറിയാതെ. I'm sorry. പക്ഷേ എനിക്ക് ഇയാളെ ഇഷ്ടം. Kiss me, Tom. Kiss me now. Sorry. എന്റെ സുശീല, നീ ഒരു കന്യകനായിട്ട് മരിക്കും, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും കൊല്ലും. അല്ല, സോറി. സുശീല, സുശീല, നീ എന്താ ഇവിടെ? എവിടെ? അല്ല, ഇവിടെ. ഞാനിവിടെ ഇല്ല. സുശീല, നീ എന്തൊക്കെയായി പറയുന്നേ? ടോം, ബ്രദറിന്റെ പേരെന്താ? ഗോപാലൻ. വളരെ കുറച്ച് സമയം ഞങ്ങൾക്കുള്ളൂ. സോ ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. സോറി ഗോപ്സ്. കം ടോം. മിന്നലേ മിന്നും മൊഴിയായി മാറിയോ എന്നിലേ, എന്നിലലയായി പായുമോ എന്നിതാ വീതിയിൽ എന്നും മുതിരാപ്പൂകൾ എന്നും നിൻ തൂതുമായി വന്നു വരികെ നിൻ സ്വരം. മിന്നലേ മിന്നും മൊഴിയായി മാറിയോ എന്നിലേ, എന്നിലലയായി പായുമോ. ഇന്നെന്നുള്ളിൽ തെളിയും ഏതു പുതിയ പുതിയ വഴികൾ, മഴയായി പെയ്യും വഴിയിൽ നിന്റെ മധുര മധുര മൊഴികൾ. ഈ മഴയിൽ നനഞ്ഞു മണ്ണിൽ ചേരാൻ, കാറ്റിൽ പറന്നു വാനോടലിയാൻ നീ തന്നു അറിയാതൊരു വരം. മെല്ലെ നീ
ഞാൻ സുശീലിനെ കണ്ടു ഇവിടെ വേറെ ആളുടെ കൂടെ. കൺഗ്രാറ്റ്സ്, നിനക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതല്ല, ഒരു ഇടിവെട്ട് പീസിന്റെ കൂടെ ഇവിടെ അടുത്തൊരു മോളിൽ. അത് അവനായിരിക്കില്ലടാ. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അത് കള. നീ ഇപ്പൊ എവിടെ? ഞാൻ ബസ് സ്റ്റോപ്പിലാ. എപ്പോഴാ തിരിച്ചു വരണേ? ഞാൻ ഇവിടെ തന്നെ കാണും. അവൻ എന്തെങ്കിലും സഹായം വേണമെങ്കിലോ? അതെ, ഇന്ന് രാത്രി ഫ്ലാറ്റിൽ ഞാൻ ചെറിയൊരു പാർട്ടി നടത്തുന്നുണ്ട്. ഞാനും കുറച്ച് ചിക്സ് മാത്രം. നീ വരണമെങ്കിൽ വാ. ഗേൾസ് പാർട്ടി? യെസ്. നോ ബോയ്സ്? നോ, സുശീലൻ പോലും ഇല്ല. എത്ര മണിക്കാ? രാത്രി. തന്നെ ഇറങ്ങിക്കോ. താങ്ക്സ് മാൻ, താങ്ക്സ്. ഓക്കേടാ. പട്ടി തെണ്ടി പൊട്ടൻ. ഓ, അടുത്ത തെണ്ടി. ഹലോ, ചകലേ വരുന്ന് അടിയിലുണ്ട്. ദേ സ്റ്റെപ്പ് കയറുന്നു. ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? യു നോ അംബ്ലി, ഞാനും കൂടെ വന്നോട്ടെ പ്ലീസ്. എന്നിട്ട് യു വിൽ ബി റിയലി ബോർഡ് ദേർ. I'll be bored here too. Go out with your friends. ആരുടെ കൂടെ? നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പോയിക്കൂടെ? ഇവിടെ എനിക്കാരും ഫ്രണ്ട്സ് ആയിട്ടില്ല. 1 second. ഒരു ആപ്പിൾ പൈ, ഒരു ചോക്ലേറ്റ് മോസ്, then ഒരു വെജ് സാലഡ്. Is that also? Make it fast. Okay, thank you. Thanks. I don't have friends over here. Why don't you make some then? Please, can I come with you? നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്നോടെ കുറച്ച് ദിവസം? എന്റെ വീട്ടിൽ പോയി നിൽക്കാനാണോ സുജിത്ത് എന്നെ കല്യാണം കഴിച്ചത്? Hey Smita. Oh, hi. Hi. പോകാം. എന്താ? പോവാം. ഇങ്ങ് വന്നേ. Come. Hi Smita. Hi Sujit. Okay, this is Tom. Hi. And he's my friend Sujit. Hi Tom. This is Ambli, my wife. Ambli, Smita. ഞാൻ പറഞ്ഞിട്ടില്ലേ? Hi. Hi Tom. Hi. എന്താ വിശേഷം? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹോട്ടൽ ലഞ്ച്? ഏയ്, അങ്ങനെയൊന്നുമില്ല. Smita, I'll be back in a minute. Excuse me. 1 minute. Tom. Hello. അമ്മ. സുശീല, എന്തൊക്കെയുണ്ട് വിശേഷം? ഐ മീൻ ടോം. പ്ലീസ് സിറ്റ്. അമ്മേ, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരെയും കാണണ്ടെന്ന്. അമ്മേ പ്ലീസ്. സ്മിത. ഫ്രണ്ടോ? ആക്ച്വലി ഡോക്ടറാണ്. സുശീല, സുഖമില്ലേ? അങ്ങനെയൊന്നുമില്ല. എനി നെക്ക് പ്രോബ്ലം? ഡോക്ടർമാർ എന്ന് മുതലാ രോഗികളെ ലഞ്ചിന് കൊണ്ടുപോകാൻ തുടങ്ങിയത്? എന്തായാലും നിന്റെ ഡോക്ടർ നിന്നെ വിളിക്കുന്ന പേര് എനിക്കിഷ്ടപ്പെട്ടു, ടോം. എനിക്ക് ആരെയും കാണണ്ട.
ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ? Dude. അവളെന്നെ എല്ലാമായിരുന്നടാ. അവൾക്ക് എങ്ങനെ പറ്റിയടാ എന്നെ വിട്ടു പോവാൻ? അതിപ്പോ അവള് കാട്ടി തന്നില്ലേ? I loved her so much, man. I cared for her so much. നിനക്കറിയോ ഞാൻ എത്ര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അവളെ? നിന്നോട് ആരാ പറഞ്ഞ സ്നേഹവും കെയറും കൊടുത്ത പെണ്ണുങ്ങൾ ഇട്ടിട്ട് പോകില്ല? ഞാൻ വേറൊരു പെണ്ണിനെ നോക്കിയിട്ട് കൂടിയില്ല. അതാണ് നിന്റെ പ്രശ്നം. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. കഴിഞ്ഞ ആഴ്ച അവളുടെ കൂടെ ബിരിയാണി കഴിച്ചത്. ബില്ലോ 1400 രൂപ. എന്താണത്? എനിക്കിനി ജീവിക്കണ്ട. നിനക്ക് ജീവിക്കണ്ടല്ലോ, നീ ജീവിക്കണ്ട. നിന്നോട് ആരാണ് പ്രേമിക്കാൻ പറഞ്ഞത്? Dude, there is only one approach to a girl. ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക. പിന്നെ നിനക്ക് ഇങ്ങനത്തെ കുരിക്കിന്റെ ആവശ്യമൊന്നും വരില്ല. ഇവിടെ കുടിക്കാൻ വല്ലോ ഉണ്ടോ? വിഷമല്ലാണ്ട് ഫ്രിഡ്ജിൽ ബിയറുണ്ട്. ഹലോ Rats, I'm pregnant. Congrats. ആരാ? What? എന്നെ മനസ്സിലായില്ലേ? എൻ്റെ ശബ്ദം പോലും ഓർമ്മയില്ലേ? ഞാൻ ഒരാളെ ശബ്ദം കേട്ടിട്ടല്ല തിരിച്ചറിയാൻ, നമ്പർ നോക്കിയിട്ടാ. I'm pregnant. Congrats again. ആരാണ് ഭാഗ്യവാൻ? നീ. അതൊക്കെ മാസങ്ങൾക്ക് മുമ്പല്ലേ. അതിനുശേഷം പലതും സംഭവിക്കാമല്ലോ. പ്ലീസ് ടേക്ക് ദിസ് സീരിയസ്ലി. ഒരു മാസമായി ഞാൻ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു സത്യം പറയാം. ഞാൻ കാരണം ഒരിക്കലും നീ പ്രഗ്നന്റ് ആവില്ല. വൈ? കാരണം എനിക്ക് സ്പേം കൗണ്ട് കുറവാണ്. നീ അവളെ ചതിക്കില്ലടാ. After giving so much of love, care and understanding, എന്നിട്ട് വേറൊരു തന്റെ കൂടെ ഇപ്പൊ പോയില്ലേ? എങ്ങനെയാ? ഹായ് ബേബ്. ഞാനെത്തി. ഇന്നെന്തായാലും ഞാൻ പറഞ്ഞ കളർ തന്നെ. ഏത് കളറാ? എത്ര പെട്ടെന്ന് മറന്നോ? Rats, what do I wear, man? എന്തിന്? പാർട്ടിക്ക്. ഏത് പാർട്ടി? നീ പറഞ്ഞ പാർട്ടി. നീയും ഞാനും പിന്നെ കുറെ ഗേൾസും ഉള്ള പാർട്ടി. ഓക്കെ, അതിന് നീ കുറച്ച് പൂക്കളുള്ള ഷർട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാ മതി. പൂക്കളുള്ള ഷർട്ട്. അതെനിക്ക് മാച്ചാവൂ. ഇന്ത്യയും പാകിസ്ഥാനും പോലെ. താങ്ക്സ് മാൻ, താങ്ക്സ്. സുശീല നിന്നെ വിളിച്ചോ? ഇല്ല. ഞാൻ ഒന്നുകൂടെ അവനെ വിളിച്ചാലോ? എന്തിന്? എന്തെങ്കിലും സഹായം വേണമെങ്കിലും. എടാ, ഈ പൂക്കളുടെ ഷർട്ടില്ലേ, അതിന്റെ കൂടെ തന്നെ ഈ ഡെനിം ജീൻസിന്റെ ടോൺ ഷോർട്സ്. പക്ഷേ ഷോർട്സ് എന്തിനാ? ഷോർട്സ് അല്ലടാ, പെട്ടെന്ന് ഊരാൻ എളുപ്പം. താങ്ക്സ് മാൻ, താങ്ക്സ്.
ശരിയടാ, ഓക്കേടാ, ഓക്കേടാ പൊട്ട. ചേട്ടാ ഇതെങ്ങനെയുണ്ട്? ചേട്ടാ ഷോർട്സ് ഉണ്ടോ? ഉയ്യോ, ഇതുപോലത്തെ ഷർട്ടല്ല, പച്ച മഞ്ഞ ചുവപ്പ് കുറേ പൂക്കളുള്ള ഷർട്ടുണ്ടോ? അമ്മാവാ. ആ ആ ആ മാഡം, സെക്രട്ടറി താങ്കളെ ഇന്ന് എന്തായാലും കാണണമെന്ന് പറഞ്ഞു. ഓക്കെ. സാറിപ്പോ ഫ്രീയാ, ഇപ്പൊ ഓഫീസിലുണ്ട്. ജോൺ, ചെറിയൊരു ഹെൽപ്പ് വേണം. മൈ ലവ് യു ആർ മൈ പഞ്ചസാര. ഈ പാട്ട് എൻ്റെ ലവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പഞ്ചസാര ലവർ ചവറ്. വിപ്ലവം നടന്ന് കയറിയാ അമ്മ. അയ്യോ തോന്നാലേ വാച്ച്. ഈ പ്രവാസികളുടെ ഓരോരോ തമാശകളെ. അത് പോട്ടെ, ഗൾഫിൽ എവിടെയാ? ജംഗ്ഷനില? അബുദാബി. 15 വർഷം ഞാൻ അവിടെയായിരുന്നു. എന്റെ പിതൃ രാജ്യമാണ്. കണ്ടോ, ഞാനും ഷെയ്ഖും തമ്മിൽ ആയിരുന്നു. പോകാൻ ധൃതിയായോ? എനിക്കറിയാം. എന്റെ ഭാര്യയും ഞാൻ വന്ന് കഴിയുമ്പോ ഇങ്ങനെ ആയിരുന്നു. അതല്ല. ഓക്കെ, ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? സോറി, ഇല്ല. വിഷമിക്കണ്ട, വകുപ്പുണ്ട്. പോളറോയിഡ് ക്യാമറ ഷെയ്ഖ് എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ഗൾഫുകാരാ, ഒന്ന് ചേർന്നിരുന്നേ. സ്മൈൽ. ആ ഫോട്ടോ ഡോണ്ട് വറി ടോം, ഒന്നും സംഭവിക്കില്ല. യു റിലാക്സ്. ഒന്ന് മെയിൽ ചെക്ക് ചെയ്തോട്ടെ പ്ലീസ്. Don't be such a boring corporate guy. സുശീല, 3 A's എപ്പോഴും ഓർക്കുക. ആർത്തി, അമിതാഭ് ബച്ചൻ അല്ല, അമിതാവേശം, ആത്മവിശ്വാസമില്ലായ്മ. ഇത് 3 നമ്മൾ ഒഴിവാക്കിയാൽ വിജയം സുനിശ്ചിതം. പുഷപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 എണ്ണം 3 സെറ്റ്. നീ റിലാക്സ് ചെയ്യണോടാ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കൺട്രോളിൽ വെക്കണം. വെറുതെ ഇരിക്കാൻ പഠിക്കണം കുറച്ച്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചാൽ മതി. എന്നെ വിളിക്കേണ്ട നമ്പർ 08913283. ഓക്കെ? പിന്നെ ദയവ് ചെയ്ത് ഞാൻ തന്ന ഡിയോഡ്രൻ്റ് അടിച്ച് തീർക്കരുത്. കൂടുതൽ അടിച്ചു പോയാൽ ജോബ് ഇൻ ദ മിൽക്ക് വാട്ടർ എന്ന പണി കിട്ടും. ഇപ്പം എങ്ങനെയുണ്ടാ? ചെക്കപ്പ് കഴിഞ്ഞോ? ചെക്കപ്പ്? എന്ത് ചെക്കപ്പ്? അല്ല, ഡോക്ടറുടെ അടുത്തുനിന്ന് ഫ്രീ ആയോ എന്നറിയാൻ ചോദിച്ചതാ. ഓഹോ, ഫ്രീ ആണ്, ഫ്രീ ആക്കാം. വുഡ് യു ലൈക്ക് ടു മീറ്റ് അപ്പ് ഫോർ കോഫി? ഷോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫ്രീ ആകുമ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് വിളിക്കാം. ഗ്രേറ്റ്.
പിന്നെ ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്നത് നല്ലതാ. ആപ്പിളോ? എന്തിനായിരുന്നു? അല്ല, an apple a day keeps the doctor away എന്നാണല്ലോ. ബൈ ബൈ ബൈ. See you soon. Okay, I'll be there. Yeah. I'm very sorry, Tom. എൻ്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. I got a call. So എനിക്ക് പോയേ പറ്റൂ. You will be comfortable here. Okay? ഞാൻ പെട്ടെന്ന് വരാം. Bye, Tom. മുകളിലാരോ ഡോർ തുറന്നു വെച്ചിരിക്കുക. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. കോപ്പി ഒന്നും കൊണ്ടുവന്നില്ലേ? എന്ത്? ഇതെന്തുവാ ഒന്നും അറിയാത്തതുപോലെ? കുപ്പി ഇല്ല. അയ്യേ, എന്തിനാ കൊണ്ടുവരുന്നേ? എല്ലാം ഇവിടെ ഇരിക്കുകയല്ലേ. Cheers. Cheers. Zen by Osho. നല്ല കളക്ഷൻ. താങ്കളുടേതാണോ? അയ്യോ സോറി, താങ്കളങ്ങ് ഗൾഫിലാണല്ലോ. വൈഫിന്റെ സെലക്ഷൻ ആയിരിക്കും ഉറപ്പ്. സൂപ്പർ കൺട്രി റോക്ക് കളക്ഷൻ. സാറിന്റെ വൈഫിന്റെ മ്യൂസിക് സെൻസ് വളരെ ക്ലാസി ആണല്ലോ. ലക്കി മാൻ. ആഹാ, താങ്കളുടെ ഭാര്യ ഈ പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ ഞാൻ കാണാറുണ്ട് കേട്ടോ. താങ്കൾക്ക് ഇഷ്ടമുള്ള പൂക്കളാണോ ഇത്? കൊള്ളാമോ മണം? എനിക്ക് മനസ്സിലാക്കും നിങ്ങളുടെ ടെൻഷൻ. ടെൻഷനോ? എനിക്കെന്താ ടെൻഷൻ? ഇവിടെ പുരുഷന്മാര് സ്ത്രീകളെ തേടി നടക്കുകയാണ്. ഏകാന്തരായ സ്ത്രീകളെ, ഭർത്താവ് അടുത്തില്ലാത്തവരെ, സുന്ദരിയായ ഭാര്യ. നിങ്ങൾ അവിടെ, അവൾ ഇവിടെ, ഇവിടെ അവിടെ, അവിടെ ഇവിടെ. ഇപ്പൊ ഭർത്താവ് ഭാര്യയുടെ കൂടെയാണെങ്കിലും അവർക്ക് പരപുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാകാമല്ലോ. അല്ല, ഇന്റർനെറ്റിൽ ചാറ്റിങ്ങും ഫേസ്ബുക്കും ഒക്കെ അതിനല്ലേ. മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇപ്പോ അതിന് മാത്രമേ ഉള്ളൂ. അൽ റഖം മലാസി തുഹാവലു ബിലാഹി അൽ ഇത്തിസാൽ ബിഹി മഷ്ഹൂൽ അൽഹൈൻ എന്ന് വെച്ചാ താങ്കൾ ക്യൂവിലാണ് വെയിറ്റ് ചെയ്യാൻ. അതായത് ഭർത്താവ് സ്ഥിരമായിട്ട് ക്യൂവിൽ തന്നെ. ഞാനല്ല കേട്ടോ, എന്റെ സുഹൃത്ത്. സ്ത്രീകളെയും കുറ്റപ്പെടുത്താനാവില്ലല്ലോ, അവരും മനുഷ്യരല്ലേ. നല്ല സ്ത്രീകൾ എത്രയോ ഉണ്ട് നിങ്ങളുടെ ഭാര്യയെ പോലെ. താങ്കളെ ബോറടിപ്പിച്ചതിൽ ക്ഷമിക്കണം. ഇത് എന്റെ കഥയല്ല കേട്ടോ, എന്റെ ഒരു പാവം പ്രവാസി സുഹൃത്തിന്റെ കഥയാ. താങ്ക് യു. ऐसा है क्या? कुत्ता लोग ऊपर से उड़ा के फेंकना चाहिए. കപട സദാചാരത്തിന്റെ വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലടാ നമ്മുടെ നാട്. അതുകൊണ്ട് നീ പോയി പൊട്ടിക്കടാ. മദാമ്മമാർക്കേ നമ്മളെ മനസ്സിലാകൂ.
നിന്റെ ഡോക്ടർ നിന്നെ വിളിക്കുന്ന പേര് എനിക്കിഷ്ടപ്പെട്ടു. ടോം. Tom? Are you okay? छे, ये अन्नान मर किधर से आया? लड़की का पड़ंग किधर गया? ഈ സാമ്രാജ്യത്വ കുത്തകളുടെ സ്വഭാവം ഇവൻ ആരോട് പഠിപ്പിച്ചത്? അവൻ മീറ്റിംഗിലായിരിക്കും. രാവിലെയും രാത്രിയും പണിയെടുത്തിട്ടാ എനിക്ക് ഇന്ന് ലീവ് കിട്ടിയത്. അവർ ഇന്ന് ഓഫീസിലില്ല. പിന്നെന്ത് മീറ്റിംഗ്? എടോ, ലോക്കൽ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോഴും ഞാൻ ഫോൺ എടുക്കാറില്ലേ? അത് ശരിയാണ് മാവ. ഇനി പോലീസിലോ മറ്റോ അറിയിക്കണോ? ഇപ്പോൾ ചില പിള്ളേരെ പിടുത്തക്കാരിറങ്ങിയിട്ടുണ്ട്. ഛേ, അവൻ അതിന് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. 10-30 വയസ്സായില്ലേ? ഡാ, നിനക്കൊക്കെ 50 വയസ്സായാലും ഞങ്ങൾക്കൊക്കെ കുട്ടികളാ. നിനക്കൊക്കെ പ്രായമായാൽ നീ നിന്റെ അച്ഛനെ നീ വിളിക്കുവോ? ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഇങ്ങനെ പല കേസുകളും നടന്നിട്ടുണ്ട്. ജബാറേട്ടനോടെ സെക്യൂരിറ്റി പണിയായിരുന്ന അല്ലെ പോലീസിലായിരുന്നോ? തൊഴിലാളി വർഗത്തോട് ഇങ്ങനെയാണ് സംസാരിക്കുക. ഇവനെ ഞാനത് ശരിയാക്കുന്നുണ്ട്. ഈ ചെറുപ്രായത്തില് ഇവരിങ്ങനെ കുത്തഴി ജീവിതം നയിച്ച് മുമ്പോട്ട് പോയാൽ വലുതായവ എന്താവും? ഞാൻ മൂത്രമൊഴിച്ചോട്ടെ. സുശീലൻ, അവനെന്താ ഫോൺ എടുക്കാത്തതെന്ന് എനിക്കറിയാം. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോഴേ ഇതുപോലെ ഒന്ന് വരൂ. അങ്ങനെ വഴിക്ക് പോവാ. ബോംബെയില് ഇത് കണ്ടിട്ടുണ്ടല്ലേ? ഇനി പോയിക്കോ. ഏയ്, അത്ര വലിയ മുറിവൊന്നുമില്ല. I'm so sorry, Tom. കുഴപ്പമില്ല. ചെറുപ്പത്തിൽ തന്നെ തല്ലി വളർത്തി എന്തായാലും നന്നായി. I'm sorry to hear that. എന്നെ തല്ലുക എന്നുള്ളത് എൻ്റെ അച്ഛനോ ടൈം പാസ് ആയിരുന്നു. പലപ്പോഴും എൻ്റെ അച്ഛൻ സ്നേഹം എക്സ്പ്രസ് ചെയ്തിരുന്നതിന് എന്നെ തല്ലിയിട്ടാ. സ്നേഹമുള്ളവരെ ആരെങ്കിലും തല്ലുവോ? സ്നേഹമുള്ളവരെ തല്ലുമെന്ന് അച്ഛൻ്റെ തിയറി. അതൊരു തെറ്റായ തിയറിയെന്നാ എനിക്ക് തോന്നുന്നത്. I never wanted this office job.
യുനോ സ്മിത, യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. ആക്ച്വലി ടോമിന് എന്താവാനായിരുന്നു ആഗ്രഹം? അല്ല, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ കൂടി ഇഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി. അത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്താലല്ലേ അറിയാൻ പറ്റൂ. ഇഫ് യു ലൈക്ക് സംതിങ്, ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, മറ്റുള്ളവരല്ല. ഒരു കാര്യം ചെയ്ത് സക്സസ്ഫുൾ ആവുമ്പോൾ ഈ ലോകം മുഴുവൻ നിന്റെ പിന്നാലെ വരും. അതുവരെ അവർ നിന്നെ പുറകോട്ട് വലിച്ചോണ്ടേയിരിക്കും. ഹലോ അമ്മ, ഞാൻ പറഞ്ഞതല്ലേ. ടോം, ഒന്ന് വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യ്. ഐ എം റിയലി സോറി. ഹായ് രാഹുൽ. This is for you. താങ്ക് യു. രാഹുൽ, ഹീസ് ടോം. ടോം, രാഹുൽ. Rahul. Hi. Rahul Verma. ഇതെന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. Oh, wow. Nice to meet you. You know, 1000 ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് എൻ്റെ മദറിന് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയാണ്. Well, so where do you guys usually hang out? ഇവിടെയൊക്കെ തന്നെ അല്ലേ? ഇവൻ വെറുതെ പറയുന്നതാ, ജസ്റ്റ് ഷോ ഓഫ്. ഞങ്ങളിടയ്ക്ക് തട്ടുകടയിൽ നിന്ന് ദോശയും മറ്റും കഴിക്കാറുണ്ട്. ടോമിന്റെ ഫേവറേറ്റാ. തട്ടുകട? Very cool. Excuse me guys, I'll just go to the loo. ഓ, ഞാൻ ഫോൺ സ്മിതയുടെ വീട്ടിൽ വെച്ച് മറന്നു. Any important calls? ഹായ്. സോറി, ഞാൻ പുറത്തു പോയിരുന്നു. ഇപ്പോഴാണ് ഞാൻ മിസ് കോൾസ് കണ്ടത്. നോ പ്രോബ്ലം. ഡിന്നർ ഇന്ന് ഒരുമിച്ചാക്കിയാലോ? ഓക്കെ? ഷോ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇപ്പൊ തന്നെ മണി 5 കഴിഞ്ഞു. നീ എപ്പോ എത്തും? ഞാൻ ഇറങ്ങി. നിന്റെ അഡ്രസ് ഒന്ന് SMS ചെയ്യൂ. ഓക്കെ. എന്താണ് നീക്ക്? ആ ചവിട്ടിനെ മാറിക്ക്. എനിക്കിത് കിട്ടാനിട്ട് മാറിന്നു. എന്റെ സ്വഭാവം അറിയാനിട്ടാണ്. മാറിക്ക്. എടാ എവിടെയാടാ? എന്തു പറ്റി? നിന്റെ അച്ഛനല്ലേ എന്റെ അമ്മാവൻ? ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ, അച്ഛനാ? അച്ഛൻ എന്താ പറയണേ? നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ എടുക്കാത്ത എന്താ കഴുതേ? ഒച്ച ഉറക്ക കേട്ടാ? അയ്യോ,
നമുക്ക് എല്ലാ അച്ഛനോട് തുറന്നു പറഞ്ഞാലോ? പിന്നെന്താ, ഒരു കാര്യം ചെയ്യും, ഒരു കുപ്പിയിലെ കുറച്ച് വിഷവും മേടിച്ചിട്ട് ഇങ്ങോട്ട് വാ. അച്ഛനോട് സത്യം വല്ലതും പറയാനുള്ള പ്ലാൻ എനിക്ക് നേരത്തെ പറഞ്ഞോട്ടോ. എനിക്ക് ഷഡിങ് കിഴക്കൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഓടാനാ. ഗവൺമെന്റ് ജംഗ്ഷനായി ഇവിടെ എവിടെ പോണ്ടേ? ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. ഇവിടെ വരികയാണെങ്കിൽ അച്ഛനോട് പറയാൻ ഒരു കഥയായിട്ട് വരണം കേട്ടോ. ബൈ ദ വേ, വല്ലതും നടന്നോ? ഹലോ ഹലോ, നോ പ്രോബ്ലം. താക്കോൽ കയ്യിൽ തന്നെ വെച്ചോളൂ, ഞാൻ വന്ന് എടുത്തോളാം. ആ SMS me your address. Yeah. I'll see you soon. Take care. Smita, Okay. Bye-bye. for you. Thank you. Huh? എന്തോ ഇതൊക്കെ എന്താടാ? എടാ, നീയൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരോ അതോ ഷെഡി കച്ചവടക്കാരോ? അത് അമ്മാവ കുറച്ച് എൻ്റെയും കുറച്ച് സുശീലൻ്റെയും കുറച്ച് കണാരേട്ടൻ്റെ മകൻ ഗോപാലിൻ്റെയും. എല്ലാം അമേരിക്കൻ കമ്പനികൾ. എടാ, സാമ്രാജ്യത്വം അടിവസ്ത്രത്തിലൂടെയാണ് ഒരു രാജ്യത്തെ കോളനീകരിക്കുന്നത്. നിനക്കറിയോ? ആദ്യം പോർച്ചുഗീസ്, ഡച്ച്, സ്പെയിൻ, ഫ്രഞ്ച്, ബ്രിട്ടൻ, ഇപ്പൊ അമേരിക്ക. അമ്മാവ അത് ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ പേര് മാത്രമേ ഉള്ളൂ വിദേശ കമ്പനി. ഇന്ത്യക്കാരൻ്റെ വിയർപ്പ്, അമേരിക്കൻ കുത്തകകളുടെ പേര്. ഒരു ഇന്ത്യക്കാരുടെ അടിവസ്ത്രം വരെ ഇന്ന് അമേരിക്കൻ കമ്പനികളെ തീരുമാനിക്കുന്നത്. സോറി അമ്മാവ, ഇനി ഇന്ത്യൻ കമ്പനികളുടെ വാങ്ങിക്കോളാം. നിനക്കറിയോ, ആഫ്രിക്കയിൽ നിക്കരാഗുവയിലൊക്കെ ഉടുവസ്ത്രം പോലും ഇല്ലാതെ ആൾക്കാർ കഷ്ടപ്പെടുക. അപ്പോഴാണ് നിങ്ങളൊക്കെ അമേരിക്കൻ അടിവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ആരതാടാ? ഈ കാണുന്നതൊക്കെ ആരതാ? ഇതൊക്കെ ആരതാ? ഇത് നിന്റെയാ? ഇത് അതെന്റെ അല്ല. പിന്നെ ആരോ? സുശീലന്റെയാ? അല്ല. ആ കണാറിന്റെ മോൻ ഗോപാലിന്റെയാ? അല്ല. പിന്നെ എന്റേതാണോടാ? അയ്യോ, അതല്ല അമ്മാവ. പിന്നെ പറ. ഒരു ആന്റി അപ്പുറത്ത്. ഒരു ആന്റിയോ? ആന്റിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്, ബിനുമോനും സിനുമോനും. 7ഉം 9ഉം വയസ്സാണ്. അപ്പൊ അവർക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ അവർക്ക് കല്യാണം കഴിക്കാൻ സ്ഥലമുണ്ട്, കുട്ടികളെ പ്രസവിക്കാൻ സ്ഥലമുണ്ട്, അവരുടെ കുട്ടികളെ നിക്കറുണക്കാൻ മാത്രം സ്ഥലമില്ല. ഇതാ നോക്ക്, സ്ത്രീകളുമായ അനാവശ്യമായി ബന്ധപ്പെട്ടിരുന്നത് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അവർ കുട്ടികളുടെ അടിവസ്ത്രം ഉണക്കാടും, നാളെ അവരുടെ അടിവസ്ത്രം കൊണ്ടിടും. മനസ്സിലായോ? നീ വാ, ഇത് ഇപ്പൊ തന്നെ അമ്മാവ ഞാനൊരു സത്യം പറയാം, അവരവിടെ ഇല്ല. അതെങ്ങനെ നിനക്കറിയാ? കോട്ടയത്തൊരു കല്യാണത്തിന് പോയിരിക്ക. കല്യാണം കഴിഞ്ഞ് വന്ന അപ്പൊ തന്നെ ഇതെടുത്തോളാന്ന് പറഞ്ഞു. അതേത് ആന്റിജി? ഇയാളല്ല ആന്റിമാരറിയാം. ഇല്ല, നിനക്കറിയുന്ന അത്ര എന്തായാലും എനിക്കറിയില്ല. അമ്മാവ ഞാനൊരു സത്യം പറയട്ടെ. സത്യമേ പറയാവൂ. എന്റെ ഇവിടുന്ന് വീട് മാറിപ്പോയി, ഇനി ഒരിക്കലും മടങ്ങി വരൂല. അമ്പിളി വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, റിച്ച് ആണെന്ന് എനിക്കറിയാം, എന്നാലും സുജിത്തിന് അതൊന്നും ഇഷ്ടമല്ല. ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചോ. എന്താ ഇത്ര ക്യൂരിയോസിറ്റി? ഞാനൊരു സാധാരണ പെൺകുട്ടിയല്ലേ. ശരി ശരി. സോ ടെൽ മീ. 3 വർഷത്തെ വിവാഹ ജീവിതം, അതല്ലാതെ വേറൊന്നുമില്ല. സോ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. എന്നെ പറ്റി ഇപ്പം എന്ത് പറയാനാ? പഠിത്തം കഴിഞ്ഞു, ജോലി ചെയ്യുന്നു. ഡോക്ടർ സ്മിതയുമായി എന്താ കഥ? Come on, yeah, she is a nice girl. Come on, സുഷി. അതോ ടോമാണോ? അയ്യോ, ഞാൻ കഴിക്കാനൊന്നും ശരിയാക്കിയിട്ടില്ല. Shall we order from outside? ഒന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കാം. No, 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 no. പിന്നെ ഹാങ് ഓവറിനും നല്ലതായത്.
ശബ്ദം എനിക്ക് മരിക്കണം ഭ്രാന്തേ. ഞാൻ മരിക്കണ കാണണം. അല്ല 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 എനിക്കാണ് മരിക്കണത്. ഞാൻ മരിക്കണ കാണണ്ടെങ്കിൽ പോടാ പോടാ പട്ടി. മരിക്കണോ ആരാ സെയിൽസ്മാൻ എന്ത് സെയിൽസ് കുറവുണ്ട്. ഫോൺ എടുക്ക്. സെയിൽസ് സുശീലനാ? കഴുതേ നീ എവിടെയാ? നീ എന്താ ഫോൺ ചെയ്തെടുക്കാത്തത്? വാ ഇങ്ങോട്ട് വാ, ബാക്കി അപ്പൊ തരാം. അച്ഛാ ഞാൻ എത്താൻ ഇത്തിരി വൈകും. ഹലോ ഹലോ വാതിലെന്തോ നോക്കിട്ട് വരാം. ഹായ്. Hey. ഹായ്. ഹായ്. ഭയങ്കര കുക്കിംഗ് ആണല്ലോ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നോ താങ്ക്സ്, ഐ എം ഗുഡ്. ഞാൻ ആ കീ എടുത്തിട്ട് വരാം. Hey. ഹായ്. സോറി ബുദ്ധിമുട്ടായല്ലേ? എന്ത് പറയുന്നു നിന്റെ ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട് അമ്പിളി? രാഹുൽ എന്ത് പറയുന്നു? He thinks that I'm the ultimate woman. സത്യമല്ലേ? See you, Ambli. രാധേ ചെൽ ചെൽ ചെല്ലടാ. രാധേ എന്താ അമ്മാവാ? എന്താ ഇത്? എന്ത് ഇത് നിനക്കറിയില്ലേ? ഗിറ്റാർ. നിന്റേതാണോ? എൻ്റെ അല്ല. സുശീലന്റെ? അല്ല. നമ്മുടെ കണാരന്റെ മകൻ ഗോപാലന്റെ? അല്ല. പിന്നെ എന്റേതാണോ? ഒരിക്കലും അല്ല. പിന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു അമ്മച്ചി വരും. അവര് ഇടയ്ക്കിടയ്ക്ക് ഭക്തി ഗാനങ്ങളൊക്കെ പാടാൻ വേണ്ടി. എടാ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഉഷാവുന്നപ്പോ വരുന്നത് ആണോടാ? ആണോ? ഞാൻ സത്യം പറയട്ടെ? നീ സത്യം മാത്രമേ പറയാവൂ. എല്ലാ ശനിയാഴ്ചയും എൻ്റെ കമ്പനിയിലെ ചില സഖാക്കളൊക്കെ കൂടി ഞങ്ങളിവിടെ കൂടാറുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനിയിൽ സഖാക്കളോ? കുറച്ച് സോഫ്റ്റ്വെയർ സഖാക്കളും കുറച്ച് ഹാർഡ്വെയർ സഖാക്കളും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരുമോ വിപ്ലവ ഗാനങ്ങൾ പാടാറുണ്ട്. ഓഹോ. ഉണരുവിൻ ഉയരുവിൻ പട്ടിണിയുടെ തടവ് എന്താടാ? വയ്യാമോ ഒരു സത്യം പറയട്ടെ?
It's okay. I understand you. നീ എന്നും എനിക്ക് അത്ര ഉയരത്തിൽ തന്നെ നിൽക്കണം. ആമ്പിളിയെ പോലെ. എൻ്റെ വേഷം എന്താ എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് ശരിക്കും കാണത്തില്ല എന്താ ഇട്ടേക്കുന്നതെന്ന്. ഒരു തൊപ്പിയുടെ വെച്ചാൽ കൊള്ളായിരുന്നു. ആ ഞാൻ നോക്കി കിട്ടാഞ്ഞിട്ടാ. ചേട്ടൻ വെച്ചു ഫുൾ വെച്ചു. എടുത്തോ. പോട്ടെ. ആ ബോയ്സ് പാർട്ടി വേണ്ട വേണ്ട. രാജ് പോ ഗോപാല പോ പോ ഗോപ്സ് 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 ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് പ്ലീസ് പ്ലീസ് ഗോപ്സ് ഗോപ്സ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും പ്ലീസ് പ്ലീസ് പ്ലീസ്. അവളെന്നെ വിട്ടുപോയടാ, അവളെന്നെ വിട്ടുപോയി. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. തള്ളരുത് തള്ളരുത് പ്ലീസ് തള്ളരുത്. മകൻ ഗോപാലൻ. ഒന്നും പറ്റിയില്ല പാവ. ഇതെന്താ ഇത്? ഓണാണോ? ഒന്ന് പൂക്കളം തന്നെ ധരിച്ചിട്ടുണ്ടല്ലോ. നീ ഇവിടെ ഈ കോലത്തിലാണ് നടക്കുന്നതെന്ന് നിന്റെ തന്ന കണറിനറിയോ? അമ്മാവ സത്യമായിട്ട് എനിക്ക് കണ്ണ് കാണാത്തോണ്ട് എന്താ ഉടുത്തേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം അമ്മാവ, അവൻ ലുങ്കിയെ കൊടുത്ത് ഒരു ദിവസം ഓഫീസിൽ വന്നായിരുന്നു. ആരും പറ്റിച്ചാ. ഗോട്ടിമാല എന്ന് കേട്ടിട്ടുണ്ടോ? ഗോട്ടിമാല നിക്കരാഗുവ. ഇവിടേക്കുള്ള ജനങ്ങള് വസ്ത്രം വാങ്ങാൻ പണമില്ലാതെ നടക്കുമ്പോഴാണ് നീ കീറിപ്പറിഞ്ഞ് കുപ്പായിട്ടോണ്ട് നടക്കുന്നത്. സാംസ്കാരിക മൂല്യച്യുതി. നീ ഒരു മുണ്ടെടുത്ത് കൊടുക്ക്, മുണ്ടെടുത്ത് കൊടുക്കണ. അതാരാ നോക്ക്, നോക്ക്, ആരാ നോക്ക്, നോക്കടാ. ഏതായി പെൺകുട്ടി? സെയിൽസ് ഗേൾ. എന്ത് എന്ത്? പെങ്ങളാ സെബാസ്റ്റിന്റെ. ഗോപാലിനെ അറിയാം. പറ പെങ്ങളല്ലേ? ആരുടെ പെങ്ങളാ? ദിനേശിന്റെ. സെബാസ്റ്റിന്റെ. സെബാസ്റ്റിന്റെ മോളെ ആരാ നീ? ആരുടെ വിള്? അമ്മാവ എനിക്ക് വീട്ടിൽ പോകാനുള്ള സമയമായി. കണ്ണിൽ തുള്ളിമരുന്നൊഴിക്കാനുള്ള സമയം അതിക്രമിച്ചു. ശുഭരാത്രി അമ്മാവ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ശുഭരാത്രി. നിന്റെ തുള്ളിമരുന്ന് നീ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മറന്നു വെച്ച ഓർമ്മയില്ലേ? മറന്നു വെച്ചത് എങ്ങനെ ഓർക്കും രാധേ? മോളെ നീ ആരാ കുട്ടി? അമ്മാവ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഗോവക്കാരാണ്. ഡിക്കോസ്റ്റ, ഡിസിൽവ, ഡിമെലോ എന്നൊക്കെ പറഞ്ഞ പോലെ സെബാസ്റ്റ്യൻ ഡീനസ് എന്നാണ് ഇവളുടെ ബ്രദറിന്റെ പേര്. അച്ഛന്റെ പേര് അലിമാവോ. ഈ അലിബാബ അങ്കിളും ഫാമിലിയും ഗോവയിൽ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ കുടുംബക്കാരാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ സെബാസ്റ്റ്യൻ ആരാ? സെബാസ്റ്റ്യൻ ഞങ്ങളുടെ കോളേജിലെ ഒരേ ബാച്ച് എഞ്ചിനീയറിംഗ്. ഈ അതായത് അമ്മാവ സെബാസ്റ്റ്യൻ സിവിൽ ആയിരുന്നു, ഞങ്ങൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു. ആരുടെ പെങ്ങൾ? ദിനേശിന്റെ. സെബാസ്റ്റ്യന്റെ. സെബാസ്റ്റ്യന്റെ. എന്താണ് ഈ അസമയത്ത് ഇവിടെ?
മോള് പറയും അമേരിക്കയിലാണ്. എന്തിനാണ് നമ്മുടെ ഈ കുട്ടികൾ അമേരിക്കയിൽ പോയി അടിമപ്പണി ചെയ്യുന്നത്? അവന്റെ അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇൻഫോസിസ് ഒരു ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ടാണ് അവര് സമ്മതിച്ചത്. അലിബാബങ്ങൾക്ക് അവനെ നിക്കാരിഗുവയിലോ പോളണ്ടിലോ അയക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ സെബാസ്റ്റ്യനാണ് പറഞ്ഞ് ഞാൻ ഒരു മുതലാളിത്ത രാഷ്ട്രത്തിൽ നിന്നും ധനം ശേഖരിച്ച് ആഫ്രിക്ക പോലുള്ള ദരിദ്ര രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും വെള്ളവും എത്തിക്കാന്ന്. വിപ്ലവം ജയിക്കട്ടെ. അല്ല പിന്നെ അതൊക്കെ പോട്ടെ, ഈ കുട്ടി എന്താ ഇവിടെ ചെയ്യുന്നത്? മോള് പറയും. ബാങ്ക് ടെസ്റ്റ്. അതെ അമ്മാവ, ബാങ്ക് ടെസ്റ്റ്. അല്ല, ഇതാണോ ബാങ്ക് ടെസ്റ്റ്? ഇവിടെയല്ല, നാളെയാണ് ടെസ്റ്റ്. ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ പരീക്ഷ ചെയ്തിട്ട് തിരിച്ചു അല്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ സെബാസ്റ്റിന്റെ പെങ്ങളല്ല. അതിന് മെയ്യല്ലേ? അല്ല, മോള് പറ. അങ്കിൾ, എനിക്കൊരു കാര്യം പറയണം. ഞാൻ സെബാസ്റ്റിന്റെ പെങ്ങളല്ല. പിന്നെ പട്ടി ഗേൾസ് പാർട്ടിയും പോയി വിപ്ലവം ഉഗാണ്ടായി. അല്ല, ഇതേതാ? ഇവനെന്താ വേണ്ടത്? എനിക്ക് ഒന്നും മരിച്ച കൊള്ളാമെന്നുണ്ട്. നീ ഇന്നലെ എവിടെയായിരുന്നു? അച്ഛൻ, ഞാനൊരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. ആരാടാ സുഹൃത്ത്? അച്ഛനറിയില്ല, ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോ? നീ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ കൂടെ രാത്രി കഴിഞ്ഞത്? അച്ഛൻ, അവളെൻ്റെ ക്ലാസ്മേറ്റാ. അതുകൊണ്ട് അവൾക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ബ്ലഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി ബ്ലഡ് കൊടുത്തു. അതിനുശേഷം എനിക്ക് ചെറിയ തലകറക്കം വന്നു. ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അച്ഛൻ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ICUയിലായിരുന്നു. ഡോക്ടർ ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല. ഏത് ഹോസ്പിറ്റല്? മെഡിക്കൽ കോളേജ്. ഡോക്ടർ ഏതാ ഡോക്ടർ എന്ന്? ഡോക്ടർ സ്മിത. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അച്ഛാ. അവൾക്കോ? അവക്കും. പോയി റെസ്റ്റ് എടുത്തോ. അവളെന്റെ മുഖത്ത് തുപ്പിയിട്ടാടാ പോയത്. തുപ്പിയത് പോട്ടെ, ഞാൻ ഒരാണല്ല എന്നൊക്കെ പറഞ്ഞു. നീ ഞാൻ പറയുന്നതെല്ലാം കേൾക്കണ്ടോ? അച്ഛനോട് കള്ളം പറയണ്ടായിരുന്നു. നീ പറഞ്ഞത് കളവാണെന്ന് എനിക്കറിയാം. അതിന് കാരണവും ഞാൻ തന്നെയാ. ചില സമയങ്ങളിൽ ആളുകൾക്ക് തിരിച്ചറിവുണ്ടാവുക എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നുമ്പോഴാ. അച്ഛൻ എനിക്ക് കൊച്ചിലെ തന്നൊരു പുസ്തകത്തിൽ ഞാനിത് വായിച്ചിട്ടുണ്ട്. ടോൾസ്റ്റോയ്? അതെ, ഞാനും അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിതൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലേ? അച്ഛൻ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കില്ല ഒരുപക്ഷെ ഞങ്ങളെ മനസ്സിലാക്കിയത്. ഓരോരുത്തരെ മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ രീതിയിലാണല്ലോ. അത് ശരിയാ. പുസ്തകത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലും ഓരോരുത്തർക്കും അവരുടേതായ രീതികളാണല്ലോ. നിങ്ങളെങ്ങനെ ഇങ്ങനെയായിപ്പോയി മക്കളെ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാവും. അത്രയൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
ഹായ് സുഷി. ഹായ്. നീ ഒരു ഹെൽപ്പ് ചെയ്തരില്ലേ എനിക്ക്? എന്താണെന്നറിയോ, ഈ വരുന്ന സാറ്റർഡേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എനിക്കാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. സോ ഐ വാസ് തിങ്കിങ് യുൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് മീ. അന്നാണെങ്കിൽ വൃത്തികെട്ട ഒരു ഡെഡ് ലൈനും. സോ യുൽ ഹെൽപ്പ് മീ റൈറ്റ്? സുഷി. ഐ റിയലി വോണ്ട് ടു ഹെൽപ്പ് യു യാർ. പക്ഷേ ഈ ശനിയാഴ്ച എൻ്റെ മാമൻ്റെ കുട്ടിയുടെ കല്യാണം. ഐ എം റിയലി സോറി. പരിപാടിയൊക്കെ വേണ്ടെന്ന് വെച്ചാലൊന്ന് ആലോചിക്കായിരുന്നു. നമസ്കാരം. I really like your name, you know? Gopalan, right? Yeah. Gopalan. I like your scarf. And your glasses too. You're really cute. Please. Okay, let's go. Endu patti Gopala. Ini undu patti. Anyukta. Anu. Please give Raj 2 minutes. It's a humble request.
ശേഷം ജീവിതത്തിൽ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഞാൻ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിരുപാധികം കീഴടങ്ങി. സത്യം, മദാമ്മമാർക്ക് കണാരേട്ടൻ്റെ മകൻ ഗോപാലനെ മനസ്സിലാകൂ എന്നുള്ള അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചു. സ്റ്റേജിൽ ഗിറ്റാർ വായിക്കണം എന്ന സുശീലൻ്റെ കുട്ടിക്കാലത്തെ ഒടുക്കത്ത ആഗ്രഹം പൂവണിഞ്ഞപ്പോൾ അതിൻ്റെ പിറകെ കുറച്ച് ചിത്രശലഭങ്ങളും വന്നു. അമ്മാവൻ പറഞ്ഞ പോലെ അനിവാര്യമായ വിപ്ലവം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു. റാസ്പുട്ടിൻ സർ, നന്ദി.